തിയേറ്ററിൽ നെരുപ്പാണ് കേട്ടോ. ടി വി കാണുന്ന സെറ്റപ്പാണ്. ഇന്ത്യ വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പണ്ട് ടി വിയിൽ നമ്മളെ ഫോണിലൊക്കെ കണ്ടപ്പോ തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിച്ച സിനിമയാണ്. അതിപ്പോ കണ്ട ഒരുപാട് സന്തോഷം. 3 മണിക്കൂർ 5 മിനിറ്റുള്ള ഫിലിമാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇന്ന് കാണാൻ പറ്റിയ ഇന്ത്യൻ ടു ഇറങ്ങാൻ പോകണം. അതിന് മുന്നോടിയായി ഇറക്കിൽ ഒരുപാട് സോങ്സ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ യേശുദാസ് സാറിന്റെ പാട്ടുകൾ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ്. നേരത്തെ കണ്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് കൊള്ളാം. റീമാസ്റ്റേഡ് ആണ്, 4K ആണ്. സൗണ്ട് ക്വാളിറ്റി നല്ല ഒന്നും പറയില്ല, അടിപൊളി. നമുക്കത് ബോറടിക്കില്ല. പാട്ടുമായി കമലഹാസൻ ലെജൻഡ് തന്നെ, ഒന്നും പറയില്ല. ലെജൻഡ് തന്നെ. ടിവിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ സത്യം ഫസ്റ്റ് ടൈം. ഞാൻ അന്നൊക്കെ നമുക്ക് എത്ര വയസ്സ്, നമുക്ക് 5-4 വയസ്സേ ഉള്ളൂ. കണ്ടപ്പോ എനിക്കൊരു സാറ്റിസ്ഫൈ കണ്ടിട്ട്. പിന്നെ അല്ലാണ്ട് അത് ഇന്ന് ഈ കഥ ബോറടിക്കില്ല. അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവം തന്നെ അന്നേ പറഞ്ഞു. 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും പടം ബോറടിക്കില്ല. വെയിറ്റിംഗ് ആണ് ഉറപ്പായിട്ട്. ഏറാമനെ മിസ് ചെയ്യുന്നുണ്ട്. ഏറാമ ഇതിൽ പൊളിച്ചടിക്കില്ലേ? അയ്യോ കൊള്ളാം, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഗജനിയുണ്ട്. ഇത് എന്തിനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ്. കാരണം ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ സിനിമയാണ്. ഒത്തിരി കാരണം കുറെ തവണ ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ല റീമാസ്റ്റേഡ് വേർഷൻ തന്നെയാണ്. രാവിലെ ഗജനി അത്ര ഒരു റീമാസ്റ്റേഡ് അല്ലായിരുന്നു. കാരണം എക്സ്പീരിയൻസ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നല്ല റീമാസ്റ്റേഡ് ആണ്. നല്ല എക്സ്പീരിയൻസ്. പടം ഓൾറെഡി കണ്ടുകൊണ്ട് തന്നെ പടത്തെ പറ്റിയൊന്നും പറയാനുണ്ടല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്റർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. സെക്കൻഡ് ഇപ്പോൾ അടുത്ത് വരികയാണ്. അതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കാൻ നല്ലതായിരിക്കും. ശങ്കറിന്റെ സിനിമല്ലേ, അതിപ്പോ എത്ര വർഷം ചില സിനിമകൾ ക്രിഞ്ച് അടിക്കും, പക്ഷെ ഇത് ലൈക്ക് ഇപ്പോഴും ആ ഒരു കണ്ടിരിക്കാൻ ബോറടിക്കത്തില്ല. പിന്നെ എ ആർ റഹ്മാന്റെ സോങ്സ് എടുത്ത് പറയണ്ടേ, ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി തിയേറ്ററിൽ കിട്ടുന്നത് എക്സ്പീരിയൻസ്. അതെ, സെക്കൻഡിന്റെ ട്രെയിലറൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു തുടക്കം തന്നെയാണ് ഇതിന്റെ എൻഡിങ് കാണിച്ചേക്കുന്നത്. സെക്കൻഡിന്റെ വെയിറ്റിംഗ് ആണ്. അതെ, റീമാസ്റ്റർ ചെയ്തപ്പോ കുറച്ചുകൂടെ കൊള്ളായിരുന്നു കേട്ടോ. 96 ഇറങ്ങിയ പടമായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എടുത്ത് പറയാനല്ല. അതാ ഇനി ഇന്ത്യൻ 2 ഇനി നല്ല രീതിയിൽ ഇത് കണക്ക് പ്രതീക്ഷിക്കുന്നു. ചെയ്തിട്ടുണ്ട്. പുതിയൊരു പടം കാണുന്ന ഫീലാണ്. എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നല്ല പ്രിന്റാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ആണ്. കണ്ടോ കിടു പടം. എന്തോ ഈ കാലത്ത് പ്രസക്തിയുള്ള എല്ലാം കിടു ഡയലോഗ്. തിയേറ്ററിൽ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കണം ഈ പടം. കണ്ടിട്ടുണ്ട്. വീണ്ടും വന്ന് കണ്ടപ്പോ രക്ഷയില്ല. പണ്ട് കണ്ടതുപോലെ തന്നെ ആ ഫീലിംഗ്സ് എല്ലാം ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. രാവിലെ ഗജനി കണ്ടായിരുന്നു. 4K റീമാസ്റ്റർ ചെയ്ത് ഏതാ ബെറ്റർ തോന്നിയായിരുന്നു? ഇന്ത്യന്റെ അത്ര പോരായിരുന്നു ടെക്നിക്കലി. അത് നല്ലോണം അല്ല ചെയ്തേക്കുന്നത്. സൗണ്ട് ഡിസൈൻ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കുറച്ച് നല്ലോണം ചെയ്യായിരുന്നു. മ്യൂസിക് ഒക്കെ അതിനും കൂടെ വേണ്ടിയാ വന്നത്. നല്ലതായിരുന്നു.